നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലിവർപൂൾ ഈ സീസണിൽ കുതിച്ചു പായുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ 5 ദിവസത്തിനുള്ളിൽ സംഭവിച്ചത് എന്താ? യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായി. ഇപ്പോൾ ഇതാ കറബാവോ കപ്പിൻ്റെ ഫൈനലിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഗോളടിച്ച് തിമിർത്തിരുന്ന സലാക്ക് എന്തു പറ്റി? കഴിഞ്ഞ 3 പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ അദ്ദേഹത്തിൽ നിന്ന് ലിവർപൂൾ ആഗ്രഹിച്ചത് ലഭിച്ചില്ല എന്ന് മാത്രമല്ല, മുഹമ്മദ് സലാഹയുടെ ഫൈനലിലെ ഗോളടിയുടെ കണക്ക് നോക്കുക. ഫൈനലിൽ അദ്ദേഹത്തിന് എന്താണ് പറ്റുന്നത്? 11 ഗെയിംസാണ് അദ്ദേഹം ഫൈനൽ മത്സരങ്ങൾ എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് ലിവർപൂളിന് വേണ്ടി കളിച്ചത്. മോസലാസ് ഫൈനൽസ് ഓർ ടൈറ്റിൽ മാച്ചസ് ഫോർ ലിവർപൂൾ ഇൻ ഓൾ കോമ്പറ്റീഷൻ 11 എണ്ണം. അതിൽ അദ്ദേഹം 2 ഗോളുകളും ഒരു അസിസ്റ്റുമാണ് ആകെ നേടിയത്. ആ 2 ഗോളുകളും പെനാൽറ്റി സ്പോട്ടിൽ നിന്ന് നേടിയതാണ്. അവിടെയാണ് പ്രശ്നം. ബിഗ് മാച്ചുകളിലാണ് ഇങ്ങനെയുള്ള താരങ്ങളിൽ നിന്ന് കൂടുതൽ മികച്ച പ്രകടനം വേണ്ടത്. അവിടെയാണ് ഒരു മികച്ച താരവും ഒരു എക്സെപ്ഷണൽ പ്ലെയറും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. ഒരു മഹാനായ താരവും ഒരു മികച്ച താരവും തമ്മിലുള്ള വ്യത്യാസം. അവിടെയാണ് സല ഇപ്പോൾ പുറകോട്ട് പോകുന്നത്. 11 ഫൈനൽ അല്ലെങ്കിൽ ടൈറ്റിൽ പോരാട്ടങ്ങൾ, അതിൽ 2 ഗോളുകളും ഒരേ ഒരു അസിസ്റ്റും. ഇനി നോക്കുക, കഴിഞ്ഞ മത്സരങ്ങൾ 3 മത്സരങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നല്ലോ. PSG-ക്കെതിരെയുള്ള 2 പോരാട്ടങ്ങൾ, അതുപോലെ തന്നെ ന്യൂകാസിൽ യുണൈറ്റഡിനെതിരെയുള്ള ഈ ഫൈനൽ മത്സരം. 0 ഗോളും 0 അസിസ്റ്റുമാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നത്. 0 ഗോൾസ് ആൻഡ് 0 അസിസ്റ്റ്. ഒരു ബിഗ് ചാൻസ് മിസ് ചെയ്തു. 4 ഷോട്ടുകൾ, അതിലൊന്ന് മാത്രമാണ് ഓൺ ടാർഗറ്റിലേക്ക്. 2 കീ പാസുകൾ മാത്രം. 10 ക്രോസുകൾ അദ്ദേഹം ഈ 3 കളികളിൽ കൊടുത്തതിൽ 1 മാത്രമാണ് കൃത്യമായത്. 27 ഡ്യുവൽസിൽ 8 മാത്രമാണ് വിൻ ചെയ്തത്. 12 ഡ്രിബിളിംഗ് അറ്റംപ്റ്റുകൾ, 4 മാത്രം സക്സസ്ഫുൾ. ആവറേജ് റേറ്റിംഗ് നോക്കി 6.63. യെസ്, ഇവിടെയാണ് പ്രശ്നം. ഇത് തന്നെയാണ് ഇത്തവണ ലിവർപൂളിനെ പുറകോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു കാരണമായി. ലിവർപൂൾ പുറകോട്ടെന്ന് പറഞ്ഞാൽ ഇതുവരെ കുതിക്കുകയായിരുന്നു. ഈ 5 ദിവസങ്ങൾ കൊണ്ടുണ്ടായതാണ് ഈ പുറകോട്ടടി. പക്ഷേ ഇപ്പോഴും പ്രീമിയർ ലീഗിൽ അവർ കിരീടത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.